ചന്ദ്രാപിന്നിയിൽ കാനയിലൂടെ മലിനജലം ഒഴുകിയെത്തുന്നതായി ആരോപണം. ചന്ദ്രാപിന്നി സെന്ററിനും വില്ലേജിനും കിഴക്ക് ഭാഗത്തുള്ള തോടുകളിലാണ് മലിനജലം ഒഴുകിയെത്തുന്നത്. തോടുകളിലെ വെള്ളത്തിന് കറുത്ത നിറമാണ് ഉള്ളത്. ദുസ്സഹമായ മണവും ഉണ്ട്. തോട്ടിലൂടെ ഒഴുകിയെത്തിയ മലിനജലം പറമ്പുകളിലേക്ക് കടന്ന് രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 300ഓളം തൊഴിലാളികൾ താമസിക്കുന്നിടത്തു നിന്നും ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കാനയിലൂടെ ഒഴുക്കിവിടുന്നുണ്ടെന്ന് പരിസരവാസികൾ ആരോപിക്കുന്നു. NHന്റെ 2 കിലോമീറ്റർ ബൈപ്പാസ് റോഡിന് 2 സൈഡ് സർവീസ് കാനകളിലൂടെയും പൊതുവായിട്ടുള്ള മറ്റു തോടുകളിലേക്ക് പഞ്ചായത്തിൻ്റെ വിവിധ തോടുകളിലൂടെ ഒഴുകി വരിക. നമ്മുടെ തോടിൻ്റെ മെയിൻ തോടായിട്ടുള്ള മാമ്പള്ളിക്കഴ മുതൽ പപ്പടം കോളനി കവർ ചെയ്ത് വടക്കോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. സർവീസ് റോഡിലൂടെ പെയ്ത്തുവെള്ളം മുഴുവൻ ഒഴുകി വരുന്നതിനോടൊപ്പം ശരിക്കും ഞാൻ എടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് ഡയറക്റ്റ് നമ്മൾ സെപ്റ്റി ടാങ്കിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അതേ രീതിയിലാണ്. അത്രയും മാലിന്യം ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മൊത്തം ഈ 2 കിലോമീറ്റർ റോഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുക. സമീപവാസികളുടെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഇത് എത്തിക്കഴിയും. ഹൈവേ വികസനത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന പല തോടുകളും മൂടുകയും പകരം വീതി കുറഞ്ഞ രീതിയിലാണ് കാന പണിതിട്ടുള്ളതെന്നും ഇതുമൂലം വെള്ളം ഒഴുകിപ്പോകാനുള്ള തടസ്സമുണ്ടെന്നും പറയുന്നു. ഇത്രയും വലിയ മഴ നിൽക്കുന്ന സമയത്ത് ഇതുവരെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്നുള്ള ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. ഈ നമ്പ്രാട്ടിത്തോടിൻ്റെ ഈ മെയിൻ തോട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അതിലൊരു ഇടപെടലുണ്ടായിട്ടില്ല. തുടർന്ന് അങ്ങോട്ട് അറപ്പത്തോട്ടിലേക്ക് ഒഴുകാനുള്ള മാർഗ്ഗങ്ങൾ 12-ാം പടിയിൽ ഒറ്റ തോടുമില്ല, കൾവെട്ടുമില്ല. കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഒരു തരത്തിലുള്ള ഇടപെടൽ അതിൻ്റെ ഭാരവാഹികൾ, അധികാരികൾ അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ടൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിപ്പോൾ അടിയന്തരമായിട്ട് ഇതിനും ശുചിത്വത്തിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ക്ലോറിനേഷൻ അതുപോലുള്ള പകർച്ചവ്യാധിക്ക് എതിരായിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് ചെയ്യണം. ക്യാമ്പിൽ അടിയന്തരമായിട്ട് ശുചിത്വത്തിൻ്റെയും അവരെ ബോധവൽക്കരിക്കുന്നതിൻ്റെയും അവരെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. പ്രദേശത്തെ പല തോടുകളും വൃത്തിയാക്കാത്തതും വെള്ളം കെട്ടിനിൽക്കാൻ കാരണമായെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഇതിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH 17 റോഡ്, തൃപ്രയാർ.